എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെയൊക്കെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളാണ് അനുഭവങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഓരോ ജീവിതമാണ്. അപ്പോൾ അതിൽ നമ്മൾ മുഴുകിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു എന്താണ് എല്ലാ ഭാവങ്ങളും മനസ്സിലാവും എന്നുള്ളതാണ് സത്യം. ഇന്ന് ഞാനൊരു അനുഭവം വായിക്കുകയാണ്. അതിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ഭക്തിയുണ്ട്, എല്ലാം ഉണ്ട്. വേഗം കേൾക്കാം. ഞങ്ങൾ എല്ലാ വർഷവും മകരമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളിന് ഗുരുവായൂർ പോയി അന്നവിടെ താമസിച്ച് പിറ്റേ ദിവസം തൃപ്രയാറപ്പനെയും കണ്ട് മടങ്ങാറുള്ളത്. 10 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് പോവാറുള്ളത്. 2025 അമ്മയ്ക്ക് ഈ സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്നു. ഞാൻ എല്ലാ വർഷവും നാമങ്ങൾ എഴുതിയ മാല കെട്ടാറുണ്ട് കേട്ടോ. ആ വർഷം 1108 നാമങ്ങൾ എഴുതിയ മാലയും എടുത്ത് ദിവസവും 11 രൂപ വെച്ച് എടുത്തു വെച്ച കുറച്ച് കാശുണ്ടായിരുന്നു. അതൊരു മഞ്ഞ തുണിയിൽ കെട്ടി എടുത്തു വെച്ചിരുന്നു. പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ടേ, പക്ഷെ അമ്മയെ നോക്കാൻ ആരുമില്ല. അമ്മയുടെ മക്കളോട് ചോദിച്ചു, ഒന്ന് വരുമോ, ഞങ്ങൾ പോയിട്ട് വേഗം വരാമെന്ന്. ആരും വന്നില്ല. എനിക്ക് കുറേ വിഷമമായി. എൻ്റെ 12 വയസ്സായ മോള് പറഞ്ഞു, അച്ഛനും അമ്മയും കൂടി പോയിട്ട് വരൂ, ഞാൻ അച്ഛമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന്. അമ്മയും പോകാൻ പറഞ്ഞു. നേർച്ച പണം 5000 ഉണ്ട്. ഞങ്ങൾ അതും മാലയും എടുത്ത് നേരത്തെ തന്നെ പോയിട്ടോ. 9 മണിയാകുമ്പോൾ ഗുരുവായൂരെത്തി. അന്ന് ഒരുപാട് പൂജയുള്ളത് കാരണം പടിഞ്ഞാറേ നടയും കടന്നിട്ട് തിരക്ക്. ഒരു സെക്യൂരിറ്റി സാറിനോട് ചോദിച്ചു, ഈ വരി നിന്നാൽ എത്ര മണിയാകും സാർ? ഇന്ന് 3 മണിയാകും ദർശനം കിട്ടാൻ. ഞങ്ങൾ ആകെ വിഷമിച്ചു. എന്നാലും കുഴപ്പമില്ല, ഭഗവാന്റെ തിരുനടയിലെത്തിയില്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിക്കാൻ നിന്ന ആ സാറിനോട് അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു നിവൃത്തിയില്ല, പാസ് കഴിഞ്ഞു, നിങ്ങൾ വരി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വീണ്ടും വരി നിൽക്കാൻ പോയി. അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ എത്തുകയും വേണം. ഒരു വഴിയില്ല കണ്ണാ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉള്ളിൽ പോയിട്ട് മാനേജർ സാറിനോട് കാര്യം പറയൂ, പാസ് തന്നാൽ ഞാൻ ഫസ്റ്റായിട്ട് വരി നിർത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ഒക്കെ വേഗം തന്നെ റെഡിയാക്കി അയ്യപ്പൻ്റെ ബാക്കിലെ ഡോറിൽ കൂടി കടത്തി വിട്ടു കേട്ടോ. ഞങ്ങൾക്ക് സുഖമായിട്ട് ദർശനം കിട്ടി. എൻ്റെ മാല അവിടെ നടയിൽ വെക്കാൻ പറഞ്ഞു. ഞാൻ കരഞ്ഞു കേട്ടോ. എന്നെ ഒന്നടുത്തേക്ക് വിടുമോ, ഞാൻ അവിടെ വെക്കട്ടെ എന്ന് പറഞ്ഞു. ആ തിരുമേനി ചങ്ങല അഴിച്ചു തന്നു. ഞാൻ എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ നിന്ന് ദർശനം കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഇതിൽ പരം ഒന്നുമില്ല കേട്ടോ. ഞങ്ങളെ മനുഷ്യർ മുടക്കിയാലും ഞങ്ങളുടെ മകൾക്ക് ബലം കൊടുത്ത് കണ്ണൻ ഞങ്ങളെ അവിടെ എത്തിച്ചു. ഞങ്ങൾ 1 മണിയാവുമ്പോഴേക്കും ദർശനം കഴിച്ച് പാലക്കാട് വീടെത്തിട്ടോ. അന്നത്തെ ദിവസത്തിന് ഒരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വരി നിൽക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു 50 വയസ്സൊക്കെ ആകുന്ന ഒരു അമ്മ ഒരു മോളെ എടുത്തു നിൽക്കുന്നു. ആ മോളെ എൻ്റെ നാമങ്ങൾ എഴുതിയ മാലയിൽ വലിച്ചു. ഞാൻ കുസൃതി കാണിക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മയോട് ചോദിച്ചു, മകളുടെ കുട്ടിയാണോ എന്ന്. ആ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞാണ്. ഞാനൊന്ന് സ്തംഭിച്ചു പോയി. ഞങ്ങൾക്ക് കണ്ണൻ ഇപ്പോഴാണ് ഒരു ഉണ്ണിയെ തന്നതെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ടോ, എൻ്റെ കണ്ണ, എനിക്ക് നീ ഒരു മോളെ തന്നു. 13 വർഷമായി. അവൾക്കൊരു കൂട്ടായ ഒരു കുഞ്ഞിനെയും കൂടെ തരുമോ എന്നുള്ള ചോദിച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. പക്ഷേ പിന്നീട് അടുത്ത മാസം ഞാൻ പ്രഗ്നൻ്റ് ആയി. എൻ്റെ മോൾക്ക് 3 മാസമായിട്ടോ. ഇപ്പോൾ എന്താ കഥ. നല്ല സുഖമുള്ള അനുഭവമായിരുന്നില്ലേ? ആദ്യത്തെ ഭാഗത്തിലെ ജീവിതത്തിൻ്റെ ആ ഒരു ഏടുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ പ്രായമായ ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. അപ്പം മറ്റുള്ളവരുടെ ചെറിയ സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമാണ്. അത് നമ്മൾ തിരിച്ചും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് തിരിച്ചിങ്ങോട്ടും കിട്ടുക. അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതില്ലേ. എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ 12 വയസ്സുള്ള മോളെ ശക്തി കൊടുത്ത് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങനെ ഗുരുവായൂരിൽ വന്നു, ദർശനവും നടത്തി. എന്തൊരു സുഖമുള്ള അനുഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൻ്റെ ഓരോ ഏടുകളാണ് ഓരോ അനുഭവങ്ങളായിട്ട് വരുന്നത്. ഭഗവാൻ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നത്. എന്താ കഥ. ഇനി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വന്നാലും മതി. ഹരേ കൃഷ്ണ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഹരേ കൃഷ്ണ.